കേരളത്തിലാണ് ഇരിങ്ങാലക്കുടയ്ക്കടുത്ത് ഇരിങ്ങാലക്കുടയിൽ ഈ കൂടൽമാണിക്യം എന്ന് പറയുന്ന ക്ഷേത്രം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം, കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഒരു ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരാൾ കഴകക്കാരനായിട്ട് നിയമിക്കപ്പെട്ടു. അവിടെ ചെന്നു. ഇദ്ദേഹത്തിന് ദേവസ്വം ബോർഡ് നിയമിച്ചതാണ്. പക്ഷേ നിയമനം കിട്ടി അദ്ദേഹം അവിടെ ചെന്നപ്പോൾ തന്ത്രിമാർ ഈഴവൻ അവിടെ കഴകക്കാരനായിരിക്കുന്നിടത്തോളം അവർ പൂജാതി കർമ്മങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമരം തുടങ്ങുക ചെയ്തത്. സത്യത്തിൽ ഇവർക്ക് ഈ ബ്രാഹ്മണ തന്ത്രിമാർക്ക് അവർ ചെയ്യുന്ന പൂജാതി കർമ്മങ്ങളോട് ഒരു ആത്മാർത്ഥത ഇല്ലെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ ഇത്? ഇവർ പറയുന്നത് പൂജയോട് ഇവർക്ക് വലിയ ആത്മാർത്ഥതയാണെന്ന്. പക്ഷേ ഇവർക്ക് യാതൊരു ആത്മാർത്ഥതയും പൂജാതി കർമ്മങ്ങൾക്കോടില്ല എന്നും ഇവർ തനി ജാതിവാദികളാണെന്ന് തെളിയുന്നൊരു സന്ദർഭമാണിത്. ബ്രാഹ്മണരെ പറ്റി പൊതുവെ പറയുമ്പോൾ ബ്രാഹ്മണരെല്ലാം പരമസാത്വികരാണ്, പരമരായ ശാന്തസ്വരൂപികളാണെന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത്രമാത്രം ജാതിവെറിയന്മാരെ നമ്മൾ കാണുന്നത് എവിടെയാണ്? കൂടൽമാണിക്യത്തെ ബ്രാഹ്മണ തന്ത്രിമാർ തനി ജാതിവെറിയന്മാരും തനി യാഥാസ്ഥിതികരുമായിട്ട് കേരള സമൂഹത്തിന് മുമ്പ് വന്ന് ഭീകര സ്വത്വങ്ങളായിട്ട് നിൽക്കുക. സത്യത്തിൽ ഇവരും ഗാന്ധിയെ കൊന്ന ഗോഡ്സെയും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? അതല്ല, ഇവിടെ കേരളത്തിലെ ഒരു മന്ത്രിക്ക് പോലും ഈ മോശമായ അനുഭവം ഉണ്ടായി. അതും ബ്രാഹ്മണർ തന്നെയാണ് ചെയ്തത്. അപ്പം നാരായണ ഗുരുസ്വാമി പറയുന്നുണ്ടല്ലോ, എന്നെ ബ്രാഹ്മണാതിരസ്യൈവം ഹാ തത്വം വേത്തി കോപിന. ബ്രാഹ്മണാദി ഭേദങ്ങ രൂപങ്ങൾ നിലനിൽക്കുന്നില്ല, എന്നിട്ട് അവർ ബ്രാഹ്മണരാണെന്ന് അവകാശപ്പെടുക. നമുക്കിപ്പോഴും കേരളത്തിലുള്ള ആളുകൾക്ക് ഒരു ചെറിയ പ്രശ്നമുള്ളത്, ഞങ്ങൾ ബ്രാഹ്മണ്യത്തിനെതിരാണ്, ബ്രാഹ്മണർക്കെതിരല്ല. അവരെന്തുകൊണ്ടാണ് ബ്രാഹ്മണരാണെന്ന് അവകാശപ്പെടുന്നത്? അവർ മനുഷ്യരാണെന്ന് അവകാശപ്പെടുകയല്ലേ വേണ്ടത്? അത് നമ്പൂതിരിമാരെ മനുഷ്യരെ ആവണം എന്നുള്ളത് ഈ EMSന്റെ ഭാഷ 1944 ഓങ്ങല്ലൂർ പ്രസംഗം. മനുഷ്യരാവണം എന്ന് പറഞ്ഞാൽ അപ്പം മനുഷ്യരല്ല എന്നുള്ളതാണ്. ഇപ്പോഴും അതേ അവസ്ഥയിലാണ് ഈ പറയുന്ന കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ സംഭവം യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത്. അത് മാത്രമല്ല, പക്ഷേ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഈ ഈഴവനെ കഴകക്കാരനാക്കിയെന്ന് മാത്രമല്ല പ്രശ്നം. ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആളുകൾ മാത്രമേ കൂടിയാട്ടം അവതരിപ്പിക്കാവൂ എന്ന് പ്രത്യേക ഹൈക്കോടതിയിൽ പോയി പ്രത്യേകം ഉത്തരവ് വാങ്ങിച്ച ആളുകൾ കൂടിയാണ് ഈ കൂടൽമാണിക്യത്തിലുള്ള അധികാരികളെന്ന് കൂടി നമ്മൾ കാണണം. അപ്പോൾ അമ്മന്നൂർ കുടുംബത്തിൽപ്പെട്ട ചില ആളുകൾ മാത്രം കൂടിയാട്ടം കളിച്ചാൽ മതി. വേറെ ഒരു സമുദായത്തിൽപ്പെട്ട ജാതിയിൽപ്പെട്ട ആളുകൾ അവിടെ കൂത്തും കൂട്ടിയാട്ടവും അവതരിപ്പിക്കാൻ പാടില്ല. ഇത് നടക്കുന്നത് ഏത് നൂറ്റാണ്ടിലാണ്? 21ാം നൂറ്റാണ്ടിലാണ് ഈ തനി അതിഭീകരമായ ജാതി യാഥാസ്ഥിതികത്വം വേഷം കെട്ടി ആടുന്നത് നമ്മുടെ കേരളത്തിൽ.